ഹലോ നമ്മുടെ ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചാലഞ്ചിൽ നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൽ വെൽവെറ്റിൻ്റെ ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിതുപോലെ നല്ല പഫായിട്ടാണ് കേട്ടോ സ്ലീവ്, അത്യാവശ്യം നല്ല പഫായിട്ടാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല പഫായിട്ട് തന്നെയാണ് നമ്മൾ ഫ്രില്ലൊക്കെ കൊടുത്തേക്കുന്നത് താഴെ ഭാഗത്ത് കേട്ടോ. ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതേപോലെ വലിയൊരു ബോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫാബ്രിക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പോർഷനിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ലൈനിങ് കൊടുക്കുന്നു, പിന്നെ ഈ ഇൻവിസിബിൾ സിബും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ യോക്ക് പോർഷനിലേക്ക് നമ്മൾ എടുക്കുന്നത് ഈ വർക്ക് മെറ്റീരിയലും പിന്നെ സ്ലീവിനും ഇത് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ സ്കേർട്ട് പോർഷനിൽ നമ്മൾ ഈ പ്ലെയിൻ മെറ്റീരിയൽ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ സിബിന് വേണ്ടിയിട്ട് ഒരു അറേഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾക്ക് നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുക്കാം. പോർഷൻ നമ്മൾ ബാക്ക് പോർഷന് മുകൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അതുപോലെ ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ വന്നിട്ട് എനിക്ക് 4.5 ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷോൾഡർ വന്നിട്ട് 4.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ നമ്മൾ ഒരു അറേഞ്ച് വെച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് അതിലല്ല, നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴേക്കും 4.5 മാർക്ക് ചെയ്യാം കേട്ടോ. അത് നമുക്കൊരു ബോക്സ് പോലെ ആക്കി എടുക്കാം. എനിക്ക് 19 കേട്ടോ. അപ്പോൾ വൺ സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് റൗണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.25 വരും. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടി ആകുമ്പോൾ 5.25. അപ്പോൾ ഞാനതൊരു 6 ആക്കിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ചെറിയ കുട്ടികളല്ല, ഒരുപാട് ടൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിതുപോലെ 6 ആക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടോ. 1.5 ഇഞ്ച് മാർക്ക് ചെയ്താലും അത് ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ അതാണ് 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. യോക്ക് ലെങ്ത്ത് വന്നിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു 8.5 ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് കൂടി കൂടിയിട്ട് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കിതുപോലെ ബാലൻസ് നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് യോക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 8.5 ഇഞ്ച് വെച്ചിട്ട് ബാക്കി നമ്മൾ ബാലൻസ് ആ സമയത്ത് കട്ട് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചോ കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 5.5 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളിലാകുമ്പോൾ നമുക്ക് ചെറിയ ഡിഫറൻസേ വരുള്ളൂ കേട്ടോ. വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസ്. ചിലപ്പോൾ ചെസ്റ്റും വേസ്റ്റും ഒരേ അളവ് തന്നെയിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് ആം റൗണ്ട് ഒന്ന് വരച്ചെടുക്കാം. അതുപോലെ ആം റൗണ്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിട്ട് വന്നിട്ട് ഞാനൊരു 1.25 കേട്ടോ അപ്പോൾ മാർക്ക് ചെയ്യാം. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് 2 ഇഞ്ച് മാർക്ക് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ 1.25 ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നെക്ക് ലെങ്ത്ത് വന്നിട്ട് ബാക്ക് നെക്ക് ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് നെക്ക് വന്നിട്ട് ഞാനൊരു 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് 3 ഇഞ്ച് വേണ്ടത്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ചാണ്. പിന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 3 ഇഞ്ചായിട്ട് കിട്ടും കേട്ടോ. ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകൾക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്തിട്ടും കൂടി വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് സിബിൻ്റെ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ഫ്രണ്ട് ആം ഹോൾ അരഞ്ച് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കരുതി കൊടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്കിനി ഈ മെയിൻ ഫാബ്രിക്കും കൂടിയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കുറച്ച് വർക്കില്ലാത്ത ഭാഗമുണ്ട്, കാരണം നമ്മളിനി ഇവിടെ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ഷേപ്പിലല്ല, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു നോർമൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്, ഒരു പാറ്റേൺ പോലെ. അപ്പോൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ആം ഹോളിൻ്റെ ഈ റൗണ്ട് എത്രയെന്നുള്ളത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഒരു 7.25 കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 7.25 കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് എനിക്ക് 4 ഇഞ്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇവിടെ 5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് നമുക്കൊരു 1.5 ഇഞ്ച് ഇതുപോലെ വരച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1.5 to 2 ഇഞ്ച് വരെയൊക്കെ വരയ്ക്കാം. ഞാനിപ്പോൾ 1.5 ഇഞ്ചാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ നോർമൽ ഷേപ്പ് ഉണ്ടല്ലോ
ഒരു ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആ ഒരു ഇത് കിട്ടണില്ലേ നോക്കാം. അപ്പോൾ എനിക്കിവിടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സ്ലീവ് റൗണ്ട് വന്നിട്ട് 6.5 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് 7 ആക്കിയിട്ട് 3.5 ഇഞ്ച് ഒരു സൈഡിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നോർമൽ സ്ലീവ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം നമുക്ക് വെൽവെറ്റിൻ്റെ ഇതിപ്പോൾ ഞാൻ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 2 സ്ലീവിനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അല്ലേ. അതിൻ്റെ അവിടെ നിന്ന് ഇനി ഇതുപോലെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തിട്ടൊരു സ്ലീവ് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഷേപ്പ് ഈ സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കാം. ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ സ്ലീവിൻ്റെ എടുക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ ഇങ്ങനെ വരുന്ന ആ ഒരു സ്ലീവിനെ നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടുന്ന് ഫുള്ളായിട്ട് പഫ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ അളവിലേക്ക് ഇത് എത്തിക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഇവിടുന്ന് നമ്മൾ പഫ് ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൽ നമുക്കൊരു വലിയൊരു ബോ കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇവിടുന്ന് ഒരു 13 ഇഞ്ചും അതുപോലെ ഇതിന്ന് എത്രയാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ ആ ഒരു ലെങ്ത്തിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് 17 കേട്ടോ. അപ്പോൾ 17ഉം 13 ഉള്ള ഒരു പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് വന്നിട്ട് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നമ്മുടെ യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 11.5 കിട്ടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 13.5 ഇപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നിന്ന് എത്രയാണോ കിട്ടുന്നത് വെച്ചെങ്കിൽ അത് ഫുള്ളും ഞാൻ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ ഫുള്ളും താഴേക്കൊക്കെ മാർക്ക് ചെയ്യുക. ഈ 13.5 എത്ര പീസ് നിന്ന് കിട്ടുമെന്നുള്ള വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് 3 ലെയറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ 3 പീസും ഞാനിതുപോലെ 13.5 വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് ഫ്രില്ലിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ 3 പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ മാക്സിമം കിട്ടുന്ന ഫ്രില്ലുകൾ മൊത്തം എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വശത്താണ് കേട്ടോ നമ്മൾ സിബ് വെക്കുന്നത്. എന്നിട്ട് സിബിനെ ഇതുപോലെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് നമ്മൾ സിബർ ഫുക്ക് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ സിബിനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ മറിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിബർ ഫുട്ടിൻ്റെ ആ ഒരു ഇതിൻ്റെ നല്ല അരികു വശത്ത് കൂടെ നന്നായി ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് പിടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മാക്സിമം അതിൻ്റെ ആ ഒരു അരികു വശത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പം സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിന് മുകളിൽ ലൈനിങ് ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഈ
സിബ്ബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ 2 ഭാഗം ഫിനിഷ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. കറക്റ്റ് ചെയ്ത് വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഈ സിബ്ബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗം, അപ്പോൾ ഞാൻ ഈ സൈഡ് ഫൂട്ടായ കാരണം കൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇതിന് മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ സിബ്ബ് വെച്ച ആ ഒരു ഭാഗത്തിൻ്റെ മുകളിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ. കറക്റ്റ് അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നെക്കിൻ്റെ ഭാഗം കൂടി ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓരോ കുഞ്ഞു കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ സിബ്ബൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്ക് എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിതുപോലെ ബാക്ക് പോർഷൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കാം. അതായത് നമ്മൾ നെക്ക് മാത്രം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ ചെയ്തെടുത്തില്ലേ, അതേപോലെ ഈ നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക കേട്ടോ. എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് പതിച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ലൈനിങ് ക്ലോത്ത് ഈ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ പതിഞ്ഞ് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനിതുപോലെ ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹൈഡ് ചെയ്ത രീതിയിലല്ല, നോർമലായ രീതിയിൽ കേട്ടോ. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഫ് സ്ലീവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ പഫ് ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗത്ത് ആദ്യം ഇതുപോലെ പഫുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ ഇപ്പോൾ പഫ് ഇട്ടിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല പഫായിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ പഫ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ മാക്സിമം നന്നായിട്ട് ഉള്ളിലേക്ക് പീസിനെ നന്നായി കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ടെടുക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ പാറ്റേണിലേക്കാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാം. ഇതുപോലെ നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലേക്ക് നമുക്ക് ഈ പഫ്സ് എത്തിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ ഈ പഫ് സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവിലും കൂടി പഫ് ഇട്ടെടുക്കാം. ഇതുപോലെ ഞാൻ 2 സ്ലീവും പഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് താഴെ ഭാഗത്തേക്കും പഫ് ഇടണം കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്തേക്ക് നമ്മൾ ഈ ഇങ്ങോട്ട് ഇട്ടത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് രീതിയിലാട്ടോ താഴെ ഭാഗത്ത് ഇടുക. അപ്പോഴാണ് നമുക്ക് നല്ല പഫായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ താഴെ ഭാഗത്തേക്കും ഇതുപോലെ പഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗത്തേക്ക് ആകുമ്പോൾ നമ്മൾ ഈ രീതിക്കാണ് കേട്ടോ പഫ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ പഫ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. താഴെ ഭാഗത്തേക്ക് പഫ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പീസിൽ ഇത് നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ആ ഒരു മെഷർമെൻറ്റും പ്ലസ് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പഫ് ഇട്ടതിന് ശേഷം ഈ ഒരു പീസും അതുപോലെ നമ്മുടെ ഈ ഒരു വെക്കാനുള്ള പീസും കറക്റ്റ് മെഷർമെൻറ്റിൽ എത്തണം കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ പഫ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തും ഇതുപോലെ പഫ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ എക്സ്ട്രാ പീസിൻ്റെ ഇതേപോലെ നല്ല വശം ഇതുപോലെ വെക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ പഫ് സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ ഒരു കയറ്റിറക്കം അങ്ങനെ എക്സ്ട്രാ ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് വന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ.
അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ഒരു പീസിനെ ഇതുപോലെ മറിച്ചെടുക്കാം. ഞാനിപ്പോൾ അധികം ഒരുപാട് വീതിക്കൊന്നും ഈ പട്ട വയ്ക്കുന്നില്ല കേട്ടോ, വീതി കുറച്ചിട്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പ്ലേറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ മുകൾക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഇത് യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്കേർട്ട് പോർഷൻ ചെയ്യാം. സ്കേർട്ട് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാ പീസുകളും ഫസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. 3 പീസുകളും നമ്മൾ ഇതുപോലെ നല്ല വശം ചേരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 പീസുകളും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിനി പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. ഇവിടുന്ന് ഞാനൊരു 1 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ പ്ലീറ്റ്സുകൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടാണ് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മാക്സിമം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫുൾ ക്ലോത്തിലും ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മുടെ യോക്ക് പോർഷൻ്റെ റൗണ്ടിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലേക്ക് എത്തിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ യോക്ക് പോർഷനിൽ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഞാനിതുപോലെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ബാലൻസ് പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ലൈൻ വരച്ചതാണ് കേട്ടോ കറക്റ്റ് വരുന്നത്. അപ്പോൾ അതിതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ താഴെ നിന്ന് മുകൾക്ക് ഇതുപോലെ ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഇതുപോലെ നമുക്ക് ബാക്കിലേക്ക് കെട്ടാനുള്ള ഒരു വള്ളിയും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ കെട്ടാനുള്ള ഈ വള്ളി ഇതേപോലെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ കറക്റ്റ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് ഇവിടെ തട്ടുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് പ്ലീറ്റ്സ് ഇതിൻ്റെ തൊട്ട് താഴെ കൂടെ ഇങ്ങോട്ട് വരും. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ എന്നിട്ട് നമ്മൾ യോക്ക് പോർഷൻ ഇതുപോലെ വെക്കുക. അതിന് മുകൾക്ക് ഇതുപോലെ നമ്മൾ സ്കേർട്ട് പോർഷൻ ഫിനിഷ് ചെയ്തെടുത്തില്ലേ അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ യോക്ക് പോർഷൻ ഇതേപോലെ തന്നെ വെക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്കേർട്ട് പോർഷൻ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ മുകൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ നല്ല വശം ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്കേർട്ട് പോർഷൻ യോക്ക് പോർഷത്തിൻ്റെ മുകളിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് വെൽവെറ്റ് ആയ കാരണം കൊണ്ട് തന്നെ പിന്നി പോലുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് താഴേക്കാക്കിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നോക്കിയതിന് ശേഷം നമുക്ക് എൻ്റെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊരു ബോം കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് അതിങ്ങനെ കുഴഞ്ഞ് കിടക്കുന്ന കാരണം കൊണ്ട് ഉള്ളിൽ ഷിപ്പ് നെറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഷിപ്പ് നെറ്റ് വെച്ചിട്ട് നമ്മളിതിൽ 4 ബോറൊന്ന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഷിപ്പ് നെറ്റ് ഇതിൻ്റെ മുകളിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഫസ്റ്റ്. ഈ എക്സ്ട്രാ ഉള്ള ഷിപ്പ് നെറ്റിൻ്റെ പീസൊക്കെ നോക്കുക അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. ഇതേപോലെ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തി അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ.
ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷൻ നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഈ സൈഡിലും സ്റ്റിച്ച് കൊടുക്കുക. ഈ എക്സ്ട്രാ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടോ. അത്രയും തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടിട്ടില്ല, ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ മറിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് മറിച്ചെടുത്തിട്ട് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗമൊക്കെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഈ ഫ്രോക്കിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഞാൻ ബോൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പ്ലീറ്റ്സ് നല്ല നീറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ നമ്മളൊരു എക്സ്ട്രാ പീസ് എടുത്തിട്ട് ഇതേപോലെ 2 തുമ്പ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യും. എന്നിട്ട് നമ്മളിവിടെ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സൂചി നൂലും വെച്ചിട്ട് തുന്നിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ പ്ലീറ്റ്സ് ഇടുക. എന്നിട്ട് ഇതുപോലെ വെക്കുക. സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സൂചി നൂല് വെച്ച് തുന്നിയിട്ട് ഫ്രോക്കിലേക്ക് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ബാക്കിൽ ബോക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ.